ഇപ്പോൾ അവസാനമായിട്ട് ഈ കണ്ണൂരിലെ ജ്വല്ലറി ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ കാണണമെന്ന് പ്രതിഭാഗം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രതിഭാഗം ഇത് വ്യാജ ആരോപണം ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആരോപണത്തിന് അടിസ്ഥാനമായ പരിപാടി നടക്കുന്ന സമയത്ത് ഇരുവരും വളരെ സൗഹൃദത്തിലായിരുന്നു. പരിപാടിക്ക് ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു. അന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഹണിറോസ് ആ പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോയത് എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകൻ വി രാമൻപിള്ള പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകി എന്നൊരു ചോദ്യവും പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യം എന്തുകൊണ്ട് പോലീസ് പരിശോധിച്ചില്ല? കാരണം നമുക്കറിയാം, നേരത്തെ സിദ്ദിഖിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുപ്പതിൽക്കെടുത്തൊരു വിഷയം അതായിരുന്നു. ഈ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ ലൈംഗികാതിക്രമ പരാതി നൽകിയ നടി ആ പരാതി നൽകുന്നതിൽ വർഷങ്ങളുടെ കാലതാമസം എടുത്തു. അപ്പോൾ ആ കാലതാമസം എന്തുകൊണ്ട് ഉണ്ടായി എന്നൊരു ചോദ്യം പ്രതിഭാഗം ഉന്നയിക്കുകയും അത് കോടതി മുപ്പതിൽക്കെടുത്തുകൊണ്ട് സിദ്ദിഖിന് ജാമ്യം നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ആ വാദമാണ് ഇപ്പോൾ ഈ കേസിലും പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ അത് നിലനിൽക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം വളരെ 4 മാസം മാത്രമേ ആയിട്ടുള്ള ഈ പരാതിക്ക് അടിസ്ഥാനമായ പരിപാടി നടന്നിട്ടുണ്ട്. പക്ഷേ ആ പരിപാടി മാത്രമല്ല, ഈ ഹണിറോസിന്റെ പരാതിയോ മൂർച്ചയേറിയ വാദങ്ങളായി പ്രതിഭാഗം കാണുന്നത് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പോയിന്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലതാമസം ഒരു കാര്യം, പിന്നീട് ഈ കണ്ണൂരിലെ പരിപാടിക്ക് ശേഷം ഇതേ ദൃശ്യങ്ങൾ തന്നെ ഈ നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടും ഇതേക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഭവം ഒന്നും പറഞ്ഞതായി കാണുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രസക്തമാകും എന്ന് കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന് പുറമേ കോടതിയിൽ സമർത്ഥിക്കുന്നത്? തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങളാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് നടി പരാതി നൽകുന്നതിൽ വൈകലുണ്ടായി, അത് പോലീസ് പരിശോധിച്ചു എന്നുള്ളൊരു ചോദ്യം പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തത്, ഈ ആരോപണത്തിന് അടിസ്ഥാനമായ പരിപാടിക്ക് ശേഷവും ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. അതിനുശേഷം വേറൊരു പരിപാടിക്കും വിളിച്ചിരുന്നു. അന്ന് ഒരു തരത്തിലുള്ള വിഷമവും ഹണിറോസ് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത്. അതോടൊപ്പം തന്നെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഉത്തരവ് ഉണ്ടാകും. ഒരുപക്ഷെ കോടതി പിരിഞ്ഞുകൊണ്ട് പിന്നീടായിരിക്കാം ഉത്തരവ് ഉണ്ടാവുക. എന്തായാലും ജാമ്യ ഹർജിയിൽ ഇരു വിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രതിഭാഗം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇതിൻ്റെ കാലതാമസം സംബന്ധിച്ചാണ്. കാലതാമസം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് പോലീസ് പരിശോധിച്ചില്ല എന്നതാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ജാമ്യ ഹർജിയെ എതിർക്കുന്ന പ്രോസിക്യൂഷൻ നിലപാടുകളെയും പ്രതിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഫോറൻസിക് പരിശോധന, അതായത് കണ്ടെടുത്ത ഫോണിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ നടത്തുന്നതിൽ എന്താണ് തടസ്സം? അത് കോടതി മുഖേന നടക്കുന്ന കാര്യമല്ലേ? അതിൽ എങ്ങനെ പ്രതിക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് അക്കാര്യത്തിൽ പറയുന്നത്. ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജാമ്യ ഹർജിയിൽ ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. ഇപ്പോൾ കോടതി പിരിഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയാക്കി ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷം പറയും. കോടതിയിൽ നിന്നും അരുൺ ശങ്കർ പങ്കുവയ്ക്കുന്നത്, ഇരുഭാഗങ്ങളുടെയും വാദങ്ങൾ കോടതി കേട്ടിരിക്കുന്നു. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം കോടതി ഇപ്പോൾ പിരിയുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഉടൻ തന്നെ വിധി നമുക്ക് അറിയാൻ കഴിയും. അകത്തേക്കാണോ അതോ പുറത്തേക്കാണോ ബോബി ചെമ്മണ്ണൂർ പോവുക? കസ്റ്റഡിയിൽ നൽകുമോ? വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കേസായി ഇത് പരിഗണിക്കുമോ കോടതി? അതല്ല, നേരത്തെ പ്രതിഭാഗം വാദിക്കുന്നത് പോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ടീം വാദിച്ചതുപോലെ തന്നെ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്, ഇതിൽ മെറിറ്റ് ഇല്ല, ഇതൊക്കെ പറയുന്നതൊക്കെ തന്നെ അർത്ഥശൂന്യമാണ്, ഏതെങ്കിലും തരത്തിലൊരു ദ്വയാർത്ഥ പ്രയോഗമായി ഇത് കണക്കാക്കേണ്ടതില്ല, കാലതാമസമടക്കം ഈ പരാതിയിന്മേൽ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിഭാഗം കോടതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതിന്മേൽ എന്തായാലും അതൊരു പോസിറ്റീവ് ഫാക്ടേഴ്സായി അല്ലെങ്കിൽ വാദങ്ങളായി കോടതി കാണുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതല്ല, പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങേറ്റത്തെ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രതിസ്ഥാനത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന ശക്തിയുക്തം പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയുണ്ടായി. അപ്പോൾ ആ വാദങ്ങൾക്കായിരിക്കുമോ മുൻതൂക്കം ലഭിക്കുക എന്നതുകൂടി നമുക്കിനി കണ്ടറിയാം. അങ്ങനെ ഇരുഭാഗത്തെയും ശക്തമായ വാദപ്രതിവാദങ്ങൾ ജാമ്യ ഹർജിയിന്മേൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമ്മൾ കണ്ടു. ഇനി തീരുമാനമുണ്ടാകേണ്ടത് കോടതിയിൽ നിന്നാണ്. ജാമ്യം ലഭിക്കുമോ അതല്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുമോ, റിമാൻഡിലേക്ക് പോകുമോ ബോബി ചെമ്മണ്ണൂർ എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ അടുത്ത നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അരുൺ ശങ്കർ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, അപ്പോൾ ഏത് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ എന്തായാലും കോടതി ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു ഉച്ചഭക്ഷണത്തിനായി. അധികം താമസിയാതെ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുമല്ലേ?
ഒരുപക്ഷെ രണ്ടരയ്ക്ക് ശേഷം ഈ ജാമ്യ ഹർജിയിൽ ഉത്തരവുണ്ടാകും. ഇരു വിഭാഗങ്ങളുടെയും വാദം പൂർത്തിയാക്കിക്കൊണ്ട് ഹർജി ഉത്തരവ് പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളതാണ് ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ 2:30 കൂടി ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വൈകാനുള്ള സാധ്യതയുമുണ്ട്. ഉത്തരവ് എഴുതി തയ്യാറാക്കി തുറന്ന കോടതിയിൽ പറയുകയാണെങ്കിൽ അതിന് കാലതാമസം ഉണ്ടാകും. പക്ഷേ ചേംബറിൽ വെച്ച് പറയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ എന്താണ് തീരുമാനമെന്ന് കോടതി അറിയിക്കും. പക്ഷേ തുറന്ന കോടതിയിലാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കാലതാമസം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായ വാദങ്ങളാണ് ഇരു വിഭാഗങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ജാമ്യ ഹർജിയെ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയൊന്നും നൽകിയിട്ടില്ല. നിലവിൽ പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ പോകട്ടെ എന്നുള്ളതാണ്. അതിനുശേഷം ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങാം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്മേൽ എന്തായിരിക്കും കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുക? ജാമ്യം നൽകുമോ അതല്ല പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും അപേക്ഷ പ്രകാരം റിമാൻഡിലേക്ക് അയക്കുമോ ബോബി ചെമ്മണ്ണൂരിനെ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്.